എന്നാ മുസ്ലിങ്ങൾ പറയുന്നത്. ബൈബിൾ പ്രകാരം യേശുക്രിസ്തു കല്ല് വിളമ്പി എന്നത് ബൈബിളിന്റെ അധ്യാപനമാണ്. അത് വെച്ചുകൊണ്ട് ലോകത്തിലെ ഏതെങ്കിലും ഒരു അബ്കാരി കോൺട്രാക്ടർ ചോദിക്കുന്നു പള്ളിയിലച്ഛനോട്, അച്ഛോ മദ്യനിരോധന സമിതിയുടെ ഡയറക്ടർ പോസ്റ്റിൽ ഇരിക്കുന്ന ആളല്ലേ നിങ്ങൾ? അതെ. നിങ്ങളുടെ കക്ഷത്ത് ബൈബിളില്ലേ അച്ഛോ? അതെ. ഞാൻ സ്പിരിറ്റ് മദ്യമാക്കി വിൽക്കുന്നതിന് നിങ്ങൾ എതിർത്തു, നിങ്ങൾ സംസാരിച്ചു. നിങ്ങളുടെ പ്രവാചകൻ ഈസാ നബി, യേശുക്രിസ്തു, അദ്ദേഹം പച്ചവെള്ളം മദ്യമാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്പിരിറ്റ് എന്തുകൊണ്ട് മദ്യമാക്കിക്കൂടാ എന്ന് ചോദിച്ചാൽ ക്രിസ്തീയ പണ്ഡിതന്റെ വായടഞ്ഞു പോകും. എന്നാൽ ഖുർആൻ ഉയർത്തിപ്പിടിച്ച് ഖുർആൻ മദ്യം അനുവദിച്ചിട്ടുണ്ട്, മുഹമ്മദ് നബി മദ്യം കുടിച്ചിട്ടുണ്ട്, ഇല്ല, നെവർ, ഒരിക്കലും കാണാൻ സാധിക്കില്ല. ബൈബിൾ പരിശോധിച്ചാൽ കന്യാമറിയമിന്റെ പേര് 1-2 സ്ഥലത്തേ ഉള്ളൂ. കന്യാമറിയമിന്റെ പേരിൽ ഒരധ്യായം ബൈബിളിലില്ല. വിശുദ്ധ ഖുർആനിൽ കന്യാമറിയമിന്റെ പേരിൽ ഒരു അധ്യായം, 19-ാം അധ്യായം സൂറത്ത് മറിയം. 34 സ്ഥലത്ത് മറിയം ബീവിയെ കുറിച്ച് പരാമർശം, 2 സ്ഥലത്തല്ല, 34. ഇന്നല്ലാഹു ഇസ്തഫാകി വത്വഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ, 3-ാം അധ്യായം 42-ാമത്തെ വചനം. ലോക സ്ത്രീകളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം. ഇങ്ങനെ ഇസ്ലാം എന്ന് പറയുന്ന ഈ ദർശനം. ഇനിയോ വിശുദ്ധ ഖുർആൻ നോക്കൂ. വിശുദ്ധ ഖുർആന്റെ ഒരു ചോദ്യമുണ്ട്, വേദം പഠിക്കാത്തതെന്തോടോ ദുർജനം, മൂടിക്കിടക്കയോ മത്തിന്റെ മാനസം, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവർ എന്തുകൊണ്ടാണ്, വല്ലാത്ത ചോദ്യം, അവർ മനുഷ്യർ എന്തുകൊണ്ടാണ് ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാത്തത്? ഖുർആനിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? അവരുടെ ഹൃദയം പൂട്ടിച്ചു വെച്ചിരിക്കുകയാണോ? 69 ശാസ്ത്രശാഖകൾ ഗംഭീരമായി അവതരിപ്പിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. ഞാനൊരു ലളിതമായ ശാസ്ത്രീയ സത്യത്തെ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാം. ഒരു കുഞ്ഞ് മാതാവിന്റെ ഗർഭപാത്രത്തിൽ രൂപപ്പെട്ടാൽ ആദ്യമായി കാഴ്ചയാണോ ഉണ്ടാവുക, കേൾവിയാണോ? മോഡേൺ സയൻസ് പറയുന്ന കേൾവി. ഈ അടുത്ത കാലത്താണ് ഇത് കണ്ടെത്തുന്നത്. ഒരു കുഞ്ഞ് ഈ വിഷയം പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും വലിയ ശ്രദ്ധ ആവശ്യമുള്ള ഒരു പോയിന്റ് കൂടെ, ഇതൊരു ധാർമ്മിക സമ്മേളനമായതുകൊണ്ട് ഞാൻ ഉദ്ധരിക്കുകയാണ്. ആധുനിക സയൻസ് പറയുന്നത് ഒരു മാതാവ് ഗർഭം ധരിച്ചാൽ ചുരുങ്ങിയ ആഴ്ചകളിൽ തന്നെ മനുഷ്യന്റെ രൂപം പ്രാപിച്ചു വരികയായി. അതിൽ അവന് കേൾവി ലഭിക്കുന്നു. ആ കേൾവി എത്രത്തോളം വരെയോ മോഡേൺ സയൻസ് പറയും. ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞു വളരുമ്പോൾ കേൾവി സിദ്ധിക്കപ്പെട്ടാൽ അന്ന് മുതൽ ആ മാതാവിന് ബാപ്പ ചീത്ത പറയുന്നത് ആ കുഞ്ഞ് കേൾക്കുന്നു. ആ മാതാവ് തമ്മാടിത്തം പറയുന്നത് ആ കുഞ്ഞ് കേൾക്കുന്നു. ആ മാതാവ് TV കാണുമ്പോൾ ആ TVയിലെ സെക്സ് ഡയലോഗ് ആ കുട്ടി കാണുന്നില്ല, കേൾക്കുന്നുണ്ട്. മോഡേൺ സയൻസ് പറയാൻ എന്തുകൊണ്ട് ആധുനിക കുട്ടികൾ ഏറ്റവും കൂടുതൽ കേടുവന്നു പോയി. 2 വയസ്സുള്ള കുട്ടി സെക്സ് പറയും, 3 വയസ്സുള്ള കുട്ടി പെൺകുട്ടിയെ മലർത്തി വെച്ച് ആൺകുട്ടി കയറി കളിച്ചിട്ട് അവൻ പറയുന്നു ഞങ്ങൾ അച്ഛനും അമ്മയും കളിക്കുകയാണ്. ഇത് നമ്മുടെ ലോകത്തിന്റെ ചിത്രമാണ്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഗർഭപാത്രത്തിൽ കേൾവിയാണ് ആദ്യം ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്റെ ഭാര്യ 4 ഗർഭം ധരിച്ചപ്പോഴും അവളോട് ഞാൻ പറഞ്ഞു, ഗർഭധാരണ കാലഘട്ടത്തിൽ നമ്മൾ തമ്മിൽ ദേഷ്യം പിടിക്കാൻ പാടില്ല. ദേഷ്യം ഒരു കാലത്തും പിടിക്കാൻ പാടില്ല. ധാർമ്മികമായി ചിലപ്പോൾ ദേഷ്യം പിടിക്കേണ്ടി വരും, ഇസ്ലാമികമായി ദേഷ്യം പിടിക്കേണ്ടി വരും. പക്ഷേ നിന്റെ വയറ്റിലൊരു കുഞ്ഞു വളരുമ്പോൾ നമ്മൾ ചിരിച്ചും കളിച്ചും സന്തോഷിച്ചും. കഴിഞ്ഞ 38 കൊല്ലമായി ഈ ഭൂമുഖത്ത് ജനിച്ചു വളർന്നു. ഇന്ന് വരെ എന്റെ പിതാവ് TV വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചാനലില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ കുരുക്കുന്ന കുഞ്ഞിന് ഈ സംവിധാനങ്ങൾ, ഈ അധാർമിക സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഖുർആനാണ് അവർ കേൾക്കുന്നത്. ഗർഭപാത്രത്തിൽ ഒരു കുട്ടി വളരുമ്പോൾ ഒരു മുജാഹിദിന്റെ വീട്ടിൽ ആദ്യമായി കുട്ടി കേൾക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. നല്ല പ്രഭാഷണങ്ങളാണ്, സാമൂഹിക ബന്ധങ്ങളാണ്. വൃദ്ധസദനത്തിൽ മാതാപിതാക്കളെ കൊണ്ടുപോയി ചേർക്കുന്നതിനെതിരായി മാതാവിനോടുള്ള ബന്ധത്തെക്കുറിച്ചാണ് കേൾക്കുന്നത്. വഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, അവനിൽ നിങ്ങൾ പങ്കു ചേർക്കരുത്. എന്നിട്ട് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യണം. 2-ാം അധ്യായം 83-ാമത്തെ വചനം. വീണ്ടും ഖുർആൻ പറഞ്ഞു, കുൽ തആലു അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികു ബില്ലാഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന. 6-ാം അധ്യായം സൂറത്ത് അൻആം 181-ാമത്തെ വചനം. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാന. 17-ാം അധ്യായം 23-ാമത്തെ വചനം.
വഖാല നോക്കൂ വിശുദ്ധ ഖുർആൻ 46-ാം അധ്യായം സൂറത്ത് അഹ്ഖാഫ് 13, 14, 15, 16, 17 വചനങ്ങൾ. മാതാവിനോടുള്ള ബന്ധം മക്കളെ, നിങ്ങൾ ഉമ്മാനോട് മാന്യമായി പെരുമാറണം, ബാപ്പയോട് മാന്യമായി പെരുമാറണം. മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപം. അതുകൊണ്ട് തന്നെ 18 കൊല്ലം വളർത്തിയ ഉമ്മയെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് 18 ദിവസം കണ്ട കാമുകന്റെ കൂടെ നീ ഇറങ്ങിപ്പോകുക വഴി നിന്റെ മാതാവിനെയും പിതാവിനെയും നീ ദുഃഖിപ്പിക്കുന്നു. അതുകൊണ്ട് അരുത്. മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപം, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി. ഇത് പഠിപ്പിക്കപ്പെടുമ്പോൾ, ഇത് കേൾപ്പിക്കപ്പെടുമ്പോൾ ഖുർആനിലെ 29-ാം അധ്യായം 8-ാമത്തെ വചനം, ഖുർആനിലെ 31-ാം അധ്യായം 13, 14 വചനങ്ങൾ, ഖുർആനിലെ 46-ാം അധ്യായം 13, 14, 15 വചനങ്ങൾ, ഖുർആനിലെ 2-ാം അധ്യായം 83-ാമത്തെ വചനം, ഖുർആനിലെ 4-ാം അധ്യായം 36-ാമത്തെ വചനം, ഖുർആനിലെ 6-ാം അധ്യായം 181-ാമത്തെ വചനം, ഖുർആനിലെ 17-ാം അധ്യായം 23-ാമത്തെ വചനം. മാതാവ് എന്ന സങ്കല്പം ഉജ്ജ്വലമാണ് ഖുർആനിന്റെ. മാതാവ് ഛേ എന്ന് പോലും വാർദ്ധക്യത്തിൽ അവരോട് പറയരുത്. ഛേ തള്ളേ, ഛേ തണ്ടേ എന്ന് പറയരുത് എന്ന് പഠിപ്പിക്കുക മാത്രമല്ല, അങ്ങനെ പറയാത്ത മാതാവിനെ ആദരിക്കുന്ന, നേരം പുലരുന്നവരെ ഉമ്മാനെ തടവി ഉറങ്ങാതെ ജീവിതം കഴിച്ചു കൂട്ടിയ സഹാബികളെ സൃഷ്ടിച്ചെടുത്തു ഇസ്ലാം. മാതാവിനെ സംരക്ഷിക്കാൻ മാത്രമല്ല, മാതാവിനും പിതാവിനും ആടിന്റെ അകിടിൽ നിന്ന് പാല് കറന്ന് കൊണ്ടുവന്ന് മക്കൾ കരയുമ്പോഴും ഭാര്യ ആവശ്യപ്പെടുമ്പോഴും ഭാര്യയ്ക്ക് കൊടുക്കാതെ, മക്കൾക്ക് കൊടുക്കാതെ ജന്മം നൽകിയ മാതാപിതാക്കൾ പാല് കുടിക്കാതെ ഉറങ്ങിപ്പോയി എന്ന കാരണത്താൽ അവർ ഉണരുന്നവരെ മക്കൾ കരഞ്ഞിട്ടും ഭാര്യ കരഞ്ഞിട്ടും അവരെക്കാളുമൊക്കെ എനിക്ക് വലുത് എന്റെ വാപ്പയാൻ, എന്റെ ഉമ്മയാൻ, അതുകൊണ്ട് തന്നെ അവർ കർശിന്റെ തണലുണ്ട് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഒരു തത്വം ആധുനിക ലോകത്ത് വേണമോ വേണ്ടയോ? വൃദ്ധസദനങ്ങളിൽ മാതാവിനെ കൊണ്ടുപോയി ചേർക്കുന്ന ഏതൊരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നുവോ, ഏതൊരു സംവിധാനത്തിലൂടെ ഭൂമി ലോകത്തേക്ക് വന്നുവോ, അതേ മാതാവിനെ മലർത്തിക്കിടത്തി സ്വന്തം മകൻ കാമപൂർത്തീകരണത്തിന് ഉപയോഗിക്കുന്ന ആധുനിക ലോകമേ, ഇനി നിങ്ങളുടെ മുമ്പിൽ വിശേഷിപ്പിച്ച് പിടിക്കാൻ, എഴുന്നേറ്റ് നിൽക്കാൻ കെൽപ്പുള്ള താനായ തണലായ ഒരേ ഒരു ദർശനമുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്. ഞാൻ തുറന്നു പ്രഖ്യാപിക്കുന്നു, ഈ കർണാടകയിലെ മഹാസമ്മേളനത്തിൽ ലോകത്തിന്റെ മുമ്പിൽ കെൽപ്പുറ്റ ഒരു ദർശനം അത് ഇസ്ലാം മാത്രമാണ്. അത് സ്വീകരിക്കാൻ, അത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ വാളില്ല, ഇവിടെ AK-47 ഇല്ല, ഇവിടെ ആദർശം മാറ്റുരയ്ക്കുകയാണ്. ഖുർആനാകുന്ന ഇരുതല മൂർച്ചയുള്ള ആയുധമാണ് നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കപ്പെടുന്നത്. ഇനിയോ മദ്യപാനം സർവത്ര വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം. കേരളം എന്ന് പറയുന്ന, ഞാൻ വരുന്ന കേരളം, അവിടെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യപാനികൾ ഉള്ള സ്റ്റേറ്റ് കേരളമാണ്. എന്തുകൊണ്ടെന്നാൽ നിരീശ്വരവാദികളാൽ ഭരിക്കപ്പെടുന്ന ഒരു നാട് കേരളമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മദ്യം ഹറാമല്ല. തിന്നാം, കുടിക്കാം, ആവട്ടെ പോകട്ടെ, കുടിക്കട്ടെ തുലയട്ടെ, എന്തുമാവട്ടെ. അവിടുത്തെ ഹൈക്കോടതി പോലും ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പറഞ്ഞ എന്താണെന്നറിയോ? ബീവറേജ് കോർപ്പറേഷന്റെ സർക്കാർ മുഖാന്തരം നടത്തുന്ന വിദേശ മദ്യത്തിൽ അത് കുടിക്കാൻ